സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പുറം കാഴ്ച ഗംഭീരം. അകത്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ കാണുമല്ലേ? ഞാൻ കണ്ടിടത്തോളം എനിക്ക് ബോധ്യായി. ഇത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം നിനക്കാ. വേണമെങ്കിൽ അകത്ത് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്വാൻസ് കൊടുത്താൽ മതി. ഗൗതവും പ്രണവും വന്ന് കണ്ടതല്ലേ? നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. വലിയ ബിൽഡേഴ്സ് അല്ലേ? അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തായാലും മുഹൂർത്തം തെറ്റാതെ അഡ്വാൻസ് കൊടുക്കാം. സോമശേഖരൻ സാറ് വന്ന് ചടങ്ങ് കഴിഞ്ഞാൽ നീ അകത്ത് കയറിയിട്ട് മൊത്തത്തിലൊക്കെ ഒന്ന് നോക്ക്. ആർക്കിടെക്റ്റിനെ കൊണ്ട് കുറെ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാം. നമ്മൾ എത്തുന്നതിന് മുൻപ് എത്തുമെന്നല്ലേ സോമശേഖരൻ സാർ പറഞ്ഞത്? എന്നിട്ട് പുള്ളിയെ കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കേ. ആ ഹലോ സാർ, ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാർ എവിടെ എത്തി? ആ ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്കാരനും ദേ എത്തി. എന്തായാലും ഒരുപാട് അലയാതെ നമുക്ക് സൗകര്യപ്രദമായ ഒരു ദൂരത്ത് തന്നെ ഇതുപോലൊരു കെട്ടിടം കണ്ടെത്താനായില്ലേ? അത് നമ്മുടെ ഭാഗ്യം. ഹലോ സാർ. ഹലോ സാർ. ഹായ്. നിധി, ഇതാണ് ഈ കെട്ടിടത്തിന്റെ ഉടമ സോമശേഖർ സാർ. ഇതെന്റെ വൈഫ് നിധി. നമസ്തേ. വല്ലാത്ത ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. അത് സാരമില്ല. കേട്ടോ മാഡം, ഈ കെട്ടിടം എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള ഒന്നായിരുന്നു. എന്നിട്ടും ഞാനിത് വിൽക്കാൻ തീരുമാനിച്ചത് എനിക്കൊരു സർജറി ആവശ്യമായിട്ട് കുറച്ചധികം പണം വേണ്ടി വന്നതുകൊണ്ടാ. ഞാനൊരു എമൗണ്ട് സാറിനോട് പറഞ്ഞു. തിരിച്ച് സാർ എന്നോട് പറഞ്ഞത് എനിക്കൊരു അനാഥാലയം തുടങ്ങാനാണെന്നും ഇത്ര എമൗണ്ട് ആണെങ്കിൽ ബിസിനസ് ഉറപ്പിക്കാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ മറുത്തൊരു വാക്കും പറഞ്ഞില്ല. അല്ലേ സാറേ? ആ അത് ശരിയാ, ബാർഗനിങ് ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഈ കെട്ടിടം ഒരുപാട് അനാഥർക്ക് അഭയം നൽകുമെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക്. നിങ്ങളെപ്പോലെ 100 എറിഞ്ഞ് 1000 കൊയ്യുന്ന ബിസിനസ്സുകാരൊക്കെ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അപൂർവമാണ് സാർ. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സാർ. ഇതങ്ങ് മാഡത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്നു എന്ന് കരുതി എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയരുത്. എന്റെ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യാൻ ഒരവസരം അതെനിക്ക് തരണം. ഉറപ്പായും തരും സർ. സാറിന്റെ പൂർണ്ണമായ സഹകരണം നമുക്ക് വേണം. എങ്കിൽ പിന്നെ നമുക്ക് അഡ്വാൻസ് കൈമാറിയല്ലോ സാർ. മുഹൂർത്തം തെറ്റിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അത് കഴിഞ്ഞ് മാഡത്തിനകത്ത് കയറി കാണാം. നിധി, സാറിന് ചെക്ക് കൊടുക്ക്. അയ്യോ, ഗൗതം തന്നെ കൊടുത്താ പോലെ. നമ്മൾ ആരംഭിക്കുന്ന ഈ അനാഥാലയത്തിൽ മുൻഗണന കൊടുക്കുന്നത് സ്ത്രീകൾക്കാ. നിധിയാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. അപ്പൊ നീ തന്നെ അഡ്വാൻസ് കൊടുക്ക്. ദാ വരൂ സാർ. മാഡം ഉൾവശമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാ. വരൂ. അഡ്വാൻസ് കൊടുത്തു എന്ന് കരുതി കച്ചവടം കഴിഞ്ഞു എന്നില്ലല്ലോ. എന്റെ തീരുമാനത്തിന് മറികടന്ന് നിനക്കൊന്നും ചെയ്യാനാവില്ല നിധി. ഈ കെട്ടിടം ഞാൻ കണ്ണുവെച്ചു കഴിഞ്ഞു. ഇത് നിനക്ക് കിട്ടില്ല.